എന്താണ് ചൈൽഡ്ഹുഡ് ട്രോമ? നമ്മുടെ മനസ്സിനെ നമുക്കൊരു ചെറിയ ചെടിയായിട്ട് സങ്കല്പിക്കാം. ഈ ചെടിക്ക് ആവശ്യത്തിന് മണ്ണും സ്നേഹവും വെള്ളവും കിട്ടുന്നതിന് പകരം ആരെങ്കിലും അതിനെ കല്ലെടുത്തെറിയുകയോ വെള്ളം ഒഴിച്ചു കൊടുക്കാതിരിക്കുകയോ അതിനെ കരിയിച്ച് കളയുകയോ ചെയ്യുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക ആ ചെടിക്ക്? അതിന് ഒടിവും മുറിവും ഉണ്ടാകും. ഇതുപോലെ ഒരു ചെറിയ കുട്ടിയുടെ കുട്ടിക്കാലത്ത് ആഴത്തിൽ ഏൽക്കുന്ന മുറിവുകളെയാണ് ചൈൽഡ്ഹുഡ് ട്രോമ എന്ന് പറയുന്നത്. ആ ചെടിക്ക് പരിക്കേൽക്കാൻ പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. അവഗണനയും സ്നേഹക്കുറവും, ബീയിങ് നെഗ്ലക്റ്റഡ്. അതായത് അധികം ആഡംബരമൊന്നും വേണ്ട. ഏറ്റവും ബേസിക് ആയിട്ട് ഒരു കുട്ടിക്ക് കൊടുക്കേണ്ടത് മാതാപിതാക്കളുടെ സ്നേഹവും ശ്രദ്ധയുമാണ്. അതായത് ഒരു കുട്ടി കരയുമ്പോൾ ആ കുട്ടീനെ തിരിഞ്ഞു നോക്കാതിരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ആ കുട്ടീനെ ചീത്ത പറയുക. അല്ലെങ്കിൽ കഠിനമായിട്ട് ആ കുട്ടീനെ ഉപദ്രവിക്കുക. ഇതൊക്കെ വരുമ്പോൾ ആ കുഞ്ഞു മനസ്സിലുണ്ടാകുന്നത് എന്നെ ആർക്കും വേണ്ട, ഞാന് ഒറ്റപ്പെട്ടു എന്നൊരു തോന്നലാണ് ആ കുട്ടീന്റെ മനസ്സിലുണ്ടാവുക. രണ്ടാമത്തെ ഒരു കാരണം ഫാമിലി ഇഷ്യൂസ് ആണ്. നമ്മുടെ വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വം ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ വീട്. ആ വീട്ടില് എപ്പോഴും ഒരു സമാധാനമില്ലാത്ത ഒരു അവസ്ഥയാണ് എന്നുണ്ടെങ്കിലും എന്തായിരിക്കും അവസ്ഥ? അതായത് ഈ ഒരു കുട്ടിയുടെ മുമ്പിൽ വെച്ച് അച്ഛനും അമ്മയും എപ്പോഴും വഴക്കിടുക, അച്ഛൻ അമ്മേനെ ഉപദ്രവിക്കുക, ഇങ്ങനെയൊക്കെ കാണേണ്ടി വരുന്ന ഒരു കുഞ്ഞു മനസ്സിൽ വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു യുദ്ധക്കളായിരിക്കും. അപ്പൊ എപ്പോഴും ഒരു പേടിയോട് കൂടിയിട്ടായിരിക്കും ഈ കുട്ടി കാണുന്നുണ്ടാവുക. നമ്മൾ ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി നമ്മൾ എപ്പോഴും അവരിൽ ഡിപ്പെൻഡ് ആയിരുന്നു. അച്ഛനാകാം, അമ്മയാകാം, അല്ലെങ്കിൽ നമ്മൾ വളർത്തിക്കൊണ്ട് വന്നിട്ടുള്ള അപ്പൂപ്പനാകാം, അമ്മൂമ്മയാകാം. അവരുടെ ഒരു പ്രസൻസ് പെട്ടെന്ന് നഷ്ടമാക്കുന്ന ഒരവസ്ഥ. അത് ആ ഒരു കുഞ്ഞു മനസ്സിന് താങ്ങാനുള്ള ഒരു ശേഷി ഉണ്ടാക്കില്ല. ഇങ്ങനെയുള്ള മുറിവുകളോട് കൂടിയിട്ടാണ് ആ ഒരു ചെടി വളർന്ന് വലിയൊരു മരമാകുന്നത്. അപ്പൊ അതിന്റെ കേടുപാടുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു കാരണവുമില്ലാതെ എന്തോ എനിക്ക് സംഭവിക്കാൻ പോകുന്നു ആഹ് എന്നുള്ളൊരു ഭയം, പരിഭ്രമം ഉണ്ടാവുക. അതുപോലെ തന്നെ ട്രസ്റ്റ് ഇഷ്യൂസ്. സ്വന്തം സംരക്ഷിക്കേണ്ട ആളുകൾ തന്നെയാണ് തന്നെ മുറിവേൽപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഞാൻ മറ്റുള്ളവരെ വിശ്വസിക്കില്ല. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനായിട്ട് പറ്റാതെ വരുന്ന അവസ്ഥ. ചിലപ്പോൾ ഭയങ്കര സങ്കടമായിരിക്കും, ചിലപ്പോൾ ഭയങ്കര ദേഷ്യമായിരിക്കും വരുന്നത്. പിന്നെ ഒരു കാരണം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യും. നമുക്ക് ചിലപ്പോൾ ഇഷ്ടമുണ്ടാവില്ല ചെയ്യാനായിട്ട്. പക്ഷെ അവരെന്നെ ഇട്ടേച്ച് പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യും. പീപ്പിൾ പ്ലീസിങ്. അടുത്തൊരു റീസൺ എന്ന് പറയുന്നത് ലോ സെൽഫ് എസ്റ്റീം ആണ്. അതായത് ഞാൻ ഒന്നിനും കൊള്ളാത്ത ഒരു വ്യക്തിയാണ് എന്ന് തോന്നുക. ഒരു ആത്മവിശ്വാസ കുറവുണ്ടാവുക. പണ്ട് മരത്തിന് പറ്റിയ കേടുപാടുകൾ നമ്മൾ ഇന്ന് വിചാരിച്ചാൽ മാറ്റിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. എങ്ങനെ? നല്ല വെള്ളവും വളവും ഒക്കെ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ മാറ്റിയെടുക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം സെൽഫ് അവയർനെസ്. നമ്മുടെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം നമ്മൾ പണ്ടത്തെ മുറിവുകളാണെന്ന് സ്വയം തിരിച്ചറിഞ്ഞ് കുറ്റപ്പെടുത്താതിരിക്കുക. നമ്മുടെ ശരീരത്തിന് ഇപ്പൊ എന്തെങ്കിലും മുറിവുകൾ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണും. ഡോക്ടർ എന്താണ് പറയുന്നത് അതിനനുസരിച്ചായിരിക്കും പിന്നെ നമ്മൾ മൂവ് ഓൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിന് ആഴത്തിലേറ്റ മുറിവുകൾക്ക് ഒരു ക്ലോഷർ ലഭിക്കാൻ തീർച്ചയായിട്ടും നിങ്ങളൊരു സൈക്കോളജിസ്റ്റിന്റെ ഒരു തെറാപ്പിസ്റ്റിന്റെ സഹായം തേടാവുന്നതാണ്.